ഹായ്, ഞാൻ സുസ്മിത. ഞാനിപ്പോൾ തേർഡ് ഗ്രേഡ് ഓഫീസറായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹോളിമാത ആലുവ സെൻറ്ററിലാണ് പഠിച്ചത്. ഞാൻ ജോയിൻ ചെയ്തത് 2017 അപ്പോൾ ഞാൻ സാറിന് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് 3 വർഷം പഠിക്കണം, അങ്ങനെ ഇടയിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ സൺഡേ ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടൈമിൽ എക്സാം ഇല്ലാത്ത കാരണം കൊണ്ട് സൺഡേ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2018 ലാസ്റ്റ് ആയപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് തേർഡ് ഗ്രേഡിൻ്റെ. അങ്ങനെ സാറ് റെഗുലർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ റിസൈൻ ചെയ്ത് ഞാനൊരു ഫെബ്രുവരി ആയപ്പോഴാണ് അവിടെ ജോയിൻ ചെയ്തത്. ടൈമിൽ കോവിഡിന് മുമ്പുള്ള ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓഫ്ലൈൻ തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ രാവിലെ 10 മണിക്ക് ക്ലാസ് തുടങ്ങും, അവിടെ ചെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഹാൻഡ് റിട്ടൺ ആയിട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഉച്ചവരെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പഠിക്കും, കമ്പൈൻ സ്റ്റഡി ചെയ്യും, അങ്ങനെയായിരുന്നു. പിന്നെ എക്സാമിൻ്റെ നവംബറിലാണ് എക്സാമിൻ്റെ ഡേറ്റ് വന്നത്. അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേക്കും സാറ് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു സാറിൻ്റെ. അപ്പോൾ 7 മണിയാകുമ്പോൾ ക്ലാസ് തുടങ്ങും. സാറിൻ്റെ ക്ലാസ് 7 മുതൽ 9 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 7 മണിക്ക് ഞങ്ങൾ സെൻറ്ററിൽ വരും. അവിടെ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പിന്നെ ബാക്കി വൈകിട്ട് 5 മണി വരെ അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യും. അങ്ങനെ കമ്പൈൻ സ്റ്റഡിയാണ് കൂടുതലും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കമ്പൈൻ സ്റ്റഡിയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഓരോരുത്തരും ഡിസ്കസ് ചെയ്യും, വിവയ്ക്കോ എല്ലാം അങ്ങനെ പറഞ്ഞ് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരാൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. അങ്ങനെ കമ്പൈൻ സ്റ്റഡി കൊണ്ട് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ 5 മണി വരെ അവിടെ ഇരുന്ന് പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് ബാക്കി റിവൈസ് ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ലാസ്റ്റ് ഒരു 3 മാസം ഇതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ 7 to 5 പഠിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കമ്പൈൻ സ്റ്റഡിയുടെ ബാക്കി റിവൈസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാരണം കൊണ്ടാണ് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയതും ഇപ്പം ജോലിക്ക് കയറാൻ പറ്റിയതും. സാർ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. സാർ തരുന്ന എക്സാംസ് അങ്ങനെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക, അത് റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ PSC എക്സാമുകളും സിവിലിൽ അറ്റൻഡ് ചെയ്യുക, വേക്കൻസി ഇല്ലാത്തതും ഉള്ളതും എല്ലാം അറ്റൻഡ് ചെയ്ത് കൂടുതൽ നമ്മൾ മറ്റ് സെൻറ്റേഴ്സിൻ്റെ ഡിസ്കഷൻ നോക്കാതെ PSCയുടെ തന്നെ കീ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സാം പിന്നെ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഏതാണ് PSCയുടെ കീ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്കങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം ഇപ്പം തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ വരുന്നുണ്ടല്ലോ കീകളൊക്കെ, അപ്പം അങ്ങനെ നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ ടൈമിലാണെങ്കിലും ഓൺലൈനായിട്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റ് വഴി എല്ലാവരും പഠിക്കുമായിരുന്നു. പണ്ട് ഉണ്ടായിരുന്ന സെയിം കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ വീണ്ടും കോവിഡിൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ഭയങ്കര എഫക്റ്റീവാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ കൂടുതൽ ഓർത്തിരിക്കാനും എനിക്ക് തോന്നുന്നു. ഞാൻ മുമ്പ് പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ കമ്പൈൻ സ്റ്റഡി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാണ്, എക്സാംസിനൊക്കെ എല്ലാം തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ആദ്യം കമ്പൈൻ സ്റ്റഡി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെ വായിക്കണം, തന്നെ മനസ്സിലാക്കണം, എന്നാലും എനിക്ക് ഓർമ്മയിൽ ഇരിക്കുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എക്സാമിന് ഇത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പൈൻ സ്റ്റഡി ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം എക്സാം എഴുതുന്ന എല്ലാവരും സാർ പറയുന്ന മെത്തേഡുകളൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പം ഓവർസിയർ ലെവൽ എക്സാമുകൾക്കൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ഡെപ്തിൽ പോകാണ്ട് തന്നെ ബേസിക്സ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കി പോയാൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.